Okay, hi all. Welcome to S4 KTU question paper solution program. So today I'm here going to discuss the BTech degree S4 semester examination June 2023 ECT 204 signals and system. So ECT 204 signals and system in ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 5 ജൂൺ 2023 ക്വസ്റ്റ്യൻസ് ആണ്. അതിന് മുമ്പ് ജൂൺ 2023 മൊഡ്യൂൾ 5 സിലബസ് ടോപ്പിക് ഒന്ന് പരിചയപ്പെടാം. സോ മൊഡ്യൂൾ 5 ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഇസഡ് ട്രാൻസ്ഫോം ഉണ്ട്, റീജിയൻ ഓഫ് കൺവേർജൻസ്, ഇൻവേഴ്സ് ട്രാൻസ്ഫോം, പ്രോപ്പർട്ടീസ്, ദെൻ റിലേഷൻ ബിറ്റ്വീൻ DTFT ഇസഡ് ട്രാൻസ്ഫോം, അതിൻ്റെ അനാലിസിസ് ഓഫ് ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം യൂസിങ് ഇസഡ് ട്രാൻസ്ഫോം, ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ദെൻ കോസാലിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി. സോ ഇതൊക്കെയാണ് നമ്മുടെ മൊഡ്യൂൾ 5 ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. സോ ഇത് പാർട്ട് എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഇസഡ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു r⁴n സൈൻ ഒമേഗ n u of n ആണ്. അതിൻ്റെ പാർട്ട് ബി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഫൈനൽ വാല്യൂ ഓഫ് എക്സ് ഓഫ് എൻ ഇഫ് എക്സ് ഓഫ് z ഈസ് ഈക്വൽ ടു z²/z−1 ഇൻറ്റു z−0.2. അതായത് നമുക്ക് ഇസഡ് ട്രാൻസ്ഫോം വെച്ചൊരു ക്വസ്റ്റ്യൻ r⁴n സൈൻ ഒമേഗ n ഇസഡ് ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ പ്രോപ്പർട്ടീസിനകത്ത് ഫൈനൽ വാല്യൂ തിയറമാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ് ഓഫ് z ഈസ് ഈക്വൽ ടു z²/z−1 ഇൻറ്റു z−0.2. ഇത് രണ്ടും പാർട്ട് എയിലെ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി പാർട്ട് ബിയിലെ മൊഡ്യൂൾ 5 ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് വൺ 19A, ഡിറ്റർമൈൻ ദ ഇസഡ് ട്രാൻസ്ഫോം ഓഫ് ദ ഫംഗ്ഷൻ എക്സ് ഓഫ് n ഈസ് ഈക്വൽ ടു n+0.5 1/3n u of n. സോ ഇതൊരു പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്, 6 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. Obtain the transfer function and impulse response for a stable and causal system with a difference equation. അതായത് ഡിഫറൻസ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ ഡിഫറൻസ് ഇക്വേഷൻ്റെ കണ്ടീഷൻ സ്റ്റേബിൾ ആണ്, കോസൽ ആണ്. സോ അതിൻ്റെ ഡിഫറൻസ് ഇക്വേഷൻ ഈസ് y of n പ്ലസ് 1/6 y of n-1 minus 1/6 y of n-2 is equal to 3 times x of n minus 1/6 x of n-1. സോ അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷനും ഇമ്പൾസ് റെസ്പോൺസും രണ്ടും കാൽക്കുലേറ്റ് ചെയ്യണം. ആ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ h of z, ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ h of n, രണ്ടും കാൽക്കുലേറ്റ് ചെയ്യണം. ഡിഫറൻസ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ദെൻ ഡിറ്റർമൈൻ ദ ഇൻവേഴ്സ് ട്രാൻസ്ഫോം. ഇൻവേഴ്സ് ട്രാൻസ്ഫോമിനകത്ത് രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. x of z is equal to 0.5 z divided by z-1 into z-0.5. And second one, x of z is equal to z divided by z² minus z plus 1. And last question is draw the Poulsbury plot and comment on the stability. ഒരു Poulsbury plot അതായത് 1/4 u of n ഉണ്ട്. z ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ചെയ്യുക, സ്റ്റെബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. -1/2 u of n അതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുക, സ്റ്റെബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് z ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ചെയ്ത് പോൾസ്ബുറി പ്ലോട്ട് വരച്ചതിന് ശേഷം സ്റ്റെബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഇതൊക്കെയാണ് മൊഡ്യൂൾ 5 പാർട്ട് എയിലെയും പാർട്ട് ബിയിലെയും ക്വസ്റ്റ്യൻസ്. ദെൻ 1 by 1 ആയിട്ട് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഫസ്റ്റ് വൺ ഈസ് ഫൈൻഡ് ദ ഇസഡ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് n ഈസ് ഈക്വൽ ടു r⁴n സൈൻ ഒമേഗ n ഇൻറ്റു u of n. ഓക്കെ, ഇത് ഇച്ചിരി ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. r⁴n സൈൻ ഒമേഗ n u of n. സോ നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് എക്സ് ഓഫ് n ഈസ് ഈക്വൽ ടു എന്താണ്? സൈൻ ഒമേഗ n, r⁴n ഇൻറ്റു സൈൻ ഒമേഗ ഇൻറ്റു u of n ആണ്. സോ നമ്മൾ അതിന് മുമ്പായിട്ട് ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ ഫോർമുല അറിഞ്ഞിരിക്കണം. എക്സ് ഓഫ് z ഈസ് ഈക്വൽ ടു സമ്മേഷൻ n ഈസ് ഈക്വൽ ടു -∞ ടു +∞ എക്സ് ഓഫ് n ഇൻറ്റു z⁻n ആണ് നമ്മുടെ എക്സ് ഓഫ് ഇസഡിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ. സോ ഇവിടെ ഞാൻ എക്സ് ഓഫ് n-നകത്ത് r⁴n സൈൻ ഒമേഗ n u-n-നകത്ത് ഞാൻ സൈൻ ഒമേഗ n u-n മാത്രം എടുക്കുന്നു. അതായത് സൈൻ ഒമേഗ n u-n നമുക്കറിയാം. u of n-ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ u of n-ന്റെ വാല്യൂ 1 for n greater than or equal to 0യും 0 for n less than 0 ആണ്. ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ലിമിറ്റിനകത്ത് -∞ ടു +∞ എന്നുള്ളത് 0 to ∞ ആക്കാൻ പറ്റും. കാരണം u of n-ന്റെ വാല്യൂ 1 മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് n greater than or equal to 0യിൽ. അല്ലാത്ത കേസിലുള്ള 0 ആണ്. സോ അതനുസരിച്ച് ഞാൻ സൈൻ ഒമേഗ n ഇൻറ്റു u of n-ന്റെ വാല്യൂ സൈൻ ഒമേഗ n മാത്രം കിട്ടുന്നു ഫോർ n greater than or equal to 0യും 0 for n less than 0യും. ദാറ്റ് ഈസ് എക്സ് ഓഫ് z ഈസ് ഈക്വൽ ടു എന്താണ്? ഇസഡ് ട്രാൻസ്ഫോം ഓഫ് സൈൻ ഒമേഗ n ഇൻറ്റു u of n. സോ ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ ഫോർമുല എന്താണ്? സമ്മേഷൻ n ഈസ് ഈക്വൽ ടു -∞ ടു +∞ എക്സ് ഓഫ് n ഇൻറ്റു z⁻n. സോ ഇവിടെ എക്സ് ഓഫ് n ഞാൻ സൈൻ ഒമേഗ n എടുത്തു ഇൻറ്റു z⁻n. സോ സൈൻ ഒമേഗ n എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? e⁻j θ മൈനസ് e⁻j θ ഡിവൈഡ് ബൈ 2j. അതായത് e⁻j ωn മൈനസ് e⁻j ωn ഡിവൈഡ് ബൈ 2j ഇൻറ്റു z⁻n. സോ 1/2j ഞാൻ പുറത്തെടുക്കുന്നു.
summation n is equal to 0 to infinity e raised to j omega n into z raised to minus n minus e raised to minus j omega n into z raised to minus n. So ഇതിന്റെ ഓരോ ടൈമിനെ സെപ്പറേറ്റ് എടുക്കുന്നു. സമ്മേഷൻ n is equal to 0 to infinity e raised to j omega, അത് n കോമൺ എടുക്കുക, e raised to j omega into z raised to minus 1 the whole raised to n minus e raised to minus j omega into z raised to minus 1 the whole raised to n the whole divided by 2j. Okay, that is equal to 1 by 2j into summation n is equal to 0 to infinity e raised to j omega into z raised to minus 1 the whole raised to n minus summation n is equal to 0 to infinity e raised to minus j omega into z raised to minus 1 the whole raised to n. അതായത് ഞാൻ ഇതിന് സെപ്പറേറ്റ് ലിമിറ്റ് കൊടുത്തു, സെപ്പറേറ്റ് z ട്രാൻസ്ഫോമിന്റെ ലിമിറ്റ് കൊടുത്തു. 1 by 2j കോമൺ എടുത്തിട്ട് summation n is equal to 0 to infinity e raised to j omega z raised to minus 1 the whole raised to n. അതുപോലെ തന്നെ summation n is equal to 0 to infinity e raised to minus j omega into z raised to minus 1 the whole raised to n. അതായത് നമുക്കറിയാം summation n is equal to 0 to infinity a raised to n. a raised to n ഫോർമുല എന്താ? 1 divided by 1 minus a ആയിരിക്കും. 1 divided by 1 minus a ആണ്. അത് summation n is equal to 0 to infinity e raised to j omega z inverse into all raised to n എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? 1 divided by 1 minus e raised to j omega into z inverse ഉം ഇതെന്ന് പറഞ്ഞാൽ 1 by 1 minus e raised to minus j omega into z inverse എന്നും കിട്ടുന്നു. സോ എന്ത് കിട്ടുന്നു? 1 by 2j into 1 minus z inverse e raised to j omega minus 1 by 1 minus z inverse e raised to minus j omega. സോ ഇതിനകത്ത് 1 by 2j കോമൺ എടുത്തിട്ട് ഈ z ഇൻവേഴ്സിനെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് 1 by 1 minus z inverse e raised to j omega നമുക്ക് 1 divided by 1 minus a z inverse നമുക്ക് z by z minus a ആക്കാം. സോ ഇവിടെ അതുപോലെ തന്നെ 1 by 1 minus e raised to j omega z inverse ഞാൻ z by z minus e raised to j omega എന്ന് എഴുതി. സോ 1 by 2j into z by z minus e raised to j omega minus z by z minus e raised to minus j omega. So cross multiply ചെയ്യുക, z into z minus e raised to minus j omega minus z into z minus e raised to plus j omega divided by z minus e raised to j omega into z minus e raised to minus j omega. So z നെ കോമൺ എടുക്കുക, z into e raised to j omega minus e raised to minus j omega divided by z square minus z into e raised to j omega minus e raised to minus j omega plus 1 എന്ന് കിട്ടുന്നു. അതായത് e raised to j omega minus e raised to minus j omega by 2j എന്ന് വെച്ചാൽ sin omega ആണ്. z sin omega divided by z square minus z into e raised to j omega minus e raised to minus j omega എന്ന് പറഞ്ഞാൽ സൈൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് എടുക്കുന്നു? e raised to j theta പ്ലസ് ആണിത്. ദാറ്റ് ഈസ് z minus 2z cos omega plus 1 എഴുതുന്നു. ഓക്കെ, സോ സൈൻ ഒമേഗ ഇൻ യു ഓഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? z sin omega by z square minus 2z cos omega plus 1 ആണ്. സോ ഇതാണ് ഇതിന്റെ z ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് r raised to n into sin omega in un ആണ്. ദാറ്റ് ഈസ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക, r z sin omega by z square plus r square minus 2r z sin omega. ജസ്റ്റ് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സോ യു ഓഫ് എൻ കാൽക്കുലേറ്റ് 1 മാർക്ക് കിട്ടും, sin omega in യു ഓഫ് എൻ അഗൈൻ 1 മാർക്ക്. സോ r raised to n sin omega in യു ഓഫ് എൻ വരുമ്പോഴത്തേക്ക് അഗൈൻ 1 മാർക്ക് ആണ്. സോ ദ ആൻസർ ഈസ് r z sin omega divided by z square plus r square minus 2r z sin omega. ഓക്കെ, സോ ഇതിനകത്ത് ഇച്ചിരി ലെങ്തി സ്റ്റെപ്പാണ്, 3 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ അല്ല. പക്ഷെ എന്നാൽ നമ്മളത് z by z minus a ആണ് z ട്രാൻസ്ഫോമിന്റെ a raised to n യു ഓഫ് എന്നിന്റെ z ട്രാൻസ്ഫോം. ഇവിടെ എന്ന് പറഞ്ഞാൽ z by z into e raised to j omega വന്നുകൊണ്ടാണ് z inverse into e raised to minus j omega വന്നത്. സോ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക, നമുക്ക് ആൻസർ r z sin omega divided by z square plus r square minus 2r z cos omega എന്ന് കിട്ടുന്നു. സോ ഇതിനകത്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ദ ഫൈനൽ വാല്യൂ തിയറം ഓഫ് x of n ആണ്. ഫൈനൽ വാല്യൂ തിയറം. സോ x of z is given, x of z is equal to z square divided by z minus 1 into z minus 0.2 ആണ് ക്വസ്റ്റ്യൻ. സോ ദ ഫൈനൽ വാല്യൂ തിയറം നമുക്കറിയാം, ഒരു x of n ന്റെ z ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ x of z ആണ്. സോ x of n ന്റെ z ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ x of z ആണെങ്കിൽ ഫൈനൽ വാല്യൂ തിയറത്തിനകത്ത് n ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുക. ഫൈനൽ വാല്യൂ കൊടുക്കുമ്പോൾ എന്ത് വരും? ലിമിറ്റ് z ടെൻസ് ടു 1 z minus 1 into x of z. ഇതാണ് ഫൈനൽ വാല്യൂ തിയറത്തിന്റെ ഫോർമുല. So that is limit z tends to 1 z minus 1 into x of z. So x of z എന്താണ്? z square divided by z minus 1 into z minus 0.2. So according to final value theorem, x at infinity is equal to limit z tends to 1 z minus 1 into x of z ആണ്.
That is, limit z tends to 1, z minus 1 into x of z directly given ആണ് z minus 1 into z square divided by z minus 1 into z minus 0.2. That is, z minus 1 cancel ആയി പോയിട്ട് limit z tends to 1, z square divided by z minus 0.2. That is, z ന് 1 കൊടുക്കുമ്പോൾ 1 by 1 minus 0.2, that is equal to 1 by 0.8, that is equal to the answer is 1.25. So the final value theorem of x of z is equal to z square by z minus 1 into z minus 0.2, answer is 1.25. So next നമുക്ക് പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. പാർട്ട് ബിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് 19th A ക്വസ്റ്റ്യൻ. ഡിറ്റർമൈൻ ദി z ട്രാൻസ്ഫോം ഓഫ് ദ ഫംഗ്ഷൻ n plus 0.5 into 1 by 3 raised to n into u of n. So the question is n plus 0.5 into 1 by 3 raised to n into u of n. So ഇവിടെ നമ്മൾ ആദ്യം നമുക്കറിയാം x of n ന്റെ z ട്രാൻസ്ഫോം ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. So x of z is equal to summation n is equal to 0 to infinity x of n into z raised to minus n. The formula for z transform is x of z is equal to summation n is equal to 0 to infinity x of n into z raised to minus n. So നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് x of n എന്ന് പറയുന്നത് എന്താണ്? summation n is equal to 0 to infinity x of n എന്ന് പറയുന്നത് n plus 0.5 into 1 by 3 raised to n into u of n into z raised to minus n. That is 1 by 3 raised to n into u of n into z raised to minus n. So നമ്മുടെ ഫോർമുല ഈസ് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ആണ്. ഇവിടെ യു ഓഫ് എന്നിന്റെ വാല്യൂ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു. യു ഓഫ് എന്നിന്റെ വാല്യൂ യു ഓഫ് എൻ ഇസ് ഇക്വൽ ടു 1 for n ഗ്രേറ്റർ ദാൻ 0യും 0 for n ലെസ് ദാൻ 0 ആയതുകൊണ്ട് യു ഓഫ് എൻ ഉള്ളതുകൊണ്ട് നമ്മളെ ലിമിറ്റിനെ മാറ്റി എന്ത് കൊടുക്കുന്നു? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി 0 to ഇൻഫിനിറ്റി ആകുമ്പോൾ n plus 0.5 into 1 by 3 raised to n into z raised to minus n. അതായത് യു ഓഫ് എന്നിന്റെ വാല്യൂ 1 കൊടുത്തിട്ട് യു ഓഫ് എന്നിനെ ഒഴിവാക്കുക. ദാറ്റ് ഈസ് n is equal to 0 to infinity n plus 0.5 into 1 by 3 raised to n into z raised to minus n. That is summation n is equal to 0 to infinity. ഈ ലിമിറ്റിനെ ഈ n plus 0.5നെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. ദാറ്റ് ഈസ് n times 1 by 3 raised to n into z raised to minus n plus 0.5 times 1 by 3 raised to n z raised to minus n. That is, നമ്മളാണെങ്കിൽ ഒരു ഫോർമുല ഉണ്ട് n times z raised to minus n. സമ്മേഷൻ n is equal to 0 to infinity വെറുതെ 1 into z raised to minus n എന്ന് പറഞ്ഞാൽ 1 by 1 minus z inverse ആണ് അതിന്റെ z ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് n times z raised to minus n വരുമ്പോൾ എന്ത് വരും? n ടൈംസ് വരുവാണ് ദർ ഇസ് എ പ്രോപ്പർട്ടി ആണ്, ഡിഫറൻസിയേഷൻ പ്രോപ്പർട്ടി ആണ്. n ടൈംസ് വരുവാണെങ്കിൽ മൈനസ് z ടൈംസ് d by dz ഓഫ് സമ്മേഷൻ n is equal to 0 to infinity z raised to minus n ആണ്. അതായത് മൈനസ് z ടൈംസ് d by dz ഓഫ് 1 by 1 minus z ഇൻവേഴ്സ്. സോ ഞാൻ എന്ത് ചെയ്യുന്നു? സമ്മേഷൻ n is equal to 0 to infinity n times 1 by 3 raised to n into z raised to minus n ആണെങ്കിൽ എന്ത് വരുന്നു? 1 by 3 raised to n into z raised to n ന്റെ z ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ചെയ്യുക. 1 by 3 raised to n into z raised to minus n ന്റെ എന്താണ്? 1 by 1 minus 1 by 3 z ഇൻവേഴ്സ് ആണ്. ദാറ്റ് ഈസ്, അതായത് ഫോർമുല എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 0 to infinity എക്സ് ഓഫ് എന്ന് പറയുമ്പോൾ 1 by 3 raised to n into z raised to minus n ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 0 to infinity. സോ 1 by 3 ഇസഡ് ദ ഹോൾ ഇൻവേഴ്സ് ദ ഹോൾ raised to n എന്ന് എഴുതാം. അതായത് 1 by 1 minus a ആണ് ഫോർമുല. ദാറ്റ് ഈസ് നമുക്ക് എങ്ങനെ കിട്ടും? ആൻസർ എങ്ങനെ കിട്ടും? ദാറ്റ് ഈസ് 1 divided by 1 minus 1 by 3 z ഇൻവേഴ്സ് ആണ് ഏത്? 1 by 3 raised to n into u of n ന്റെ z ട്രാൻസ്ഫോം എന്ന് പറയാം. 1 by 3 raised to n into u of n ന്റെ z ട്രാൻസ്ഫോം ഈസ് 1 minus 1 by 3 z ഇൻവേഴ്സ് ആണ്. ഈ 1 minus 1 by 3 z ഇൻവേഴ്സിനെ നമുക്ക് z by z minus 1 by 3 എന്ന് വേണമെങ്കിലും എഴുതാം. ദാറ്റ് ഈസ് z by z minus 1 by 3. സോ n ടൈംസ് ഡിഫറൻസിയേഷൻ പ്രോപ്പർട്ടി വന്നാൽ മൈനസ് z ടൈംസ് d by dz ഓഫ് z by z minus 1 by 3. സോ ഇതിന്റെ ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? മൈനസ് z ടൈംസ് ഡിനോമിനേറ്റർ ഇൻറ്റു z minus 1 by 3 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ 1 മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു z ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഇസ് 1 ഡിവൈഡഡ് ബൈ z minus 1 by 3 the whole square. That is, z cancel ആയിപ്പോയി. So z times 1 by 3 divided by z minus 1 by 3 the whole square. ഇതാണ് ഡിഫറൻസിയേഷൻ ഓഫ് n ടൈംസ്
ഏതാണ് 1/3 raised to n into z raised to minus ന്റെ ഡിഫറൻസിയേഷൻ. ദാറ്റ് ഈസ് z ടൈംസ് 1/3 ഡിവൈഡഡ് ബൈ z മൈനസ് 1/3 ദ ഹോൾ സ്ക്വയർ ആണ് 1/3 raised to n into u of n ന്റെ ഫോറിയർ z ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. So that is equal to summation n is equal to 0 to infinity n times 1/3 raised to n z raised to minus n plus 0.5 into 1/3 raised to n z raised to minus n. That is 1/3 times 1/3 raised to n into z raised to minus n ന്റെ ഫോർമുല എന്താണ് നമുക്ക് ഇപ്പോൾ കിട്ടിയത്? z by z minus 1/3 the whole square plus 0.5 into 1/3 raised to n z raised to minus n ആണ് z by z minus 1/3. So ഇത് നമുക്ക് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോഴത്തേക്ക് z plus 3z square divided by 6 times z minus 1/3 the whole square ആണ്. This is the answer for n plus 0.5 into 1/3 raised to n into u of n. Okay, 6z plus 3z square divided by 6 times z minus 1/3 the whole square. Okay, ഇതിന് ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ u of n ന്റെ z ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ 1/1 minus z inverse. So a raised to n into u of n ന്റെ z ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ 1/1 minus a z inverse. So 1/3 raised to n into u of n എന്ന് പറഞ്ഞാൽ 1/1 minus 1/3 z inverse. So n times വരുമ്പോൾ minus z into d by dz of ഏതാണ് 1/3 raised to n into u of n ന്റെ z ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ 1/1 minus 1/3 z inverse. So അത്രയും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് z plus 3z square divided by 6 times z minus 1/3 the whole square എന്ന് കിട്ടുന്നു. Okay, so നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. So the next question is obtain the transfer function and impulse response for a stable and a causal system with a differential equation y of n plus 1/6 y of n minus 1 minus 1/6 y of n minus 2 is equal to 3x of n minus 1/6 x of n minus 1. So നമുക്കറിയാം x of n ന്റെ z ട്രാൻസ്ഫോം എന്ന് പറയുന്നത് x of z ആണ്. സോ y of n ന്റെ z ട്രാൻസ്ഫോം എന്ന് പറയുന്നത് y of z ആണ്. അതായത് x of n minus 1 there is a ഷിഫ്റ്റ് വരുവാണെങ്കിൽ എന്ത് വരുന്നു? ഷിഫ്റ്റ് ഇൻ ടൈം ഡൊമൈൻ ആണെങ്കിൽ there is a multiplication with z ആണ് z inverse into x of z. ഓക്കെ, അതുപോലെ തന്നെ x of n minus 2 വരുമ്പോൾ എന്ത് വരും? z raised to minus 2 into x of z ആണ് z raised to n minus 2. y of n minus 1 വരുമ്പോൾ എന്ത് വരും? z inverse into y of z. So according to this x of n y of n plus 1/6 y of n minus 1 minus 1/6 y of n minus 2 is equal to 3 times x of n minus 1/6 x of n minus 1. So നമ്മൾ എന്ത് ചെയ്യുന്നു? y of n നെ ഞാൻ y of n ന്റെ z ട്രാൻസ്ഫോം is y of z. സോ ഇവിടെ എന്ത് ചെയ്തു? ടേക്കിംഗ് ദ z ട്രാൻസ്ഫോം ത്രൂ ഔട്ട് എടുക്കുന്നു. ത്രൂ ഔട്ട് ഞാൻ z ട്രാൻസ്ഫോം എടുക്കുന്നു. y of z plus 1/6 into. സോ y of n minus 1 എന്താണ്? z inverse into y of z ആണ്. മൈനസ് അഗെയിൻ 1/6 into y of n minus 2 എന്താണ്? z raised to minus 2 into y of z is equal to 3 times x of n ന്റെ z ട്രാൻസ്ഫോം is x of z minus 1/6 z inverse into x of z എന്ന് എടുക്കുന്നു. ഓക്കെ, സോ ഇതിനകത്തുനിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? y of z കോമൺ എടുക്കുക. സോ y of z കോമൺ എടുക്കുമ്പോൾ y of z into 1 plus 1/6 z inverse minus 1/6 z raised to minus 2 is equal to x of z നെ കോമൺ എടുക്കുമ്പോൾ 3 minus 1/6 z inverse കിട്ടുന്നു. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ h of z is equal to y of z divided by x of z ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 minus 1/6 z inverse divided by 1 plus 1/6 z inverse minus 1/6 z raised to minus 2. സോ ഇതിന്റെ ഇമ്പൾസ് റെസ്പോൺസ് പറഞ്ഞാൽ h of n ആണ് ഇമ്പൾസ് റെസ്പോൺസ്. ദാറ്റ് ഈസ് z ഇൻവേഴ്സ് ഓഫ് h of z ആണ് ഇത് ഇതിന്റെ ഇമ്പൾസ് റെസ്പോൺസ്. സോ നമ്മുടെ ക്വസ്റ്റിനകത്ത് ട്രാൻസ്ഫർ ഫംഗ്ഷനും ചോദിച്ചിട്ടുണ്ട്, ഇമ്പൾസ് റെസ്പോൺസ് ചോദിച്ചിട്ടുണ്ട്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് y of z by x of z ചെയ്തപ്പോൾ എനിക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടി. 3 ഇതാണ് എൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. 3 minus 1/6 z inverse by 1 plus 1/6 z inverse minus 1/6 z raised to minus 2. Then the impulse response is h of n is equal to 3 minus 1/6 z inverse divided by 1 plus 1/3 z inverse into 1 minus 1/2 z inverse ന്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ആണ് h of n എന്ന് പറയുന്നത്. That is z inverse of 3 minus 1/6 z inverse divided by 1 plus 1/3 z inverse into 1 minus 1/2 z inverse. ഓക്കെ, സോ അതിന്റെ ഇൻവേഴ്സ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. 3 minus 1/6 z inverse by 1 plus 1/3 z inverse into 1 minus 1/2 z inverse. So a by 1 plus 1/3 z inverse plus b by 1 minus 1/2 z inverse
സോ എ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3 മൈനസ് 1/6 Z ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/2 Z ഇൻവേഴ്സ് അറ്റ് Z ഈസ് ഈക്വൽ ടു -3. സോ എയുടെ വാല്യൂ എനിക്ക് 1 കിട്ടുന്നു. സിമിലർലി ബി ഈസ് ഈക്വൽ ടു 3 മൈനസ് 1/6 Z ഇൻവേഴ്സ് ബൈ 1 പ്ലസ് 1/3 Z ഇൻവേഴ്സ് അറ്റ് Z ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു 2 കൊടുക്കുന്നു. സോ ബിയുടെ വാല്യൂ എനിക്ക് 2 എന്ന് കിട്ടി. സോ എയും ബി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്തു. എ ഈസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1/3 Z ഇൻവേഴ്സും ആൻഡ് ബി ഈസ് ഈക്വൽ ടു 2 -2 ആണ്. 2 ഡിവൈഡഡ് ബൈ A -1 ആണ്. -1 by 1 plus 1/3 Z ഇൻവേഴ്സ് പ്ലസ് 2 by 1 minus 1/2 Z ഇൻവേഴ്സ്. ഇതാണ് എൻ്റെ H of Z എന്ന് പറഞ്ഞാൽ H of Z ആണ് കിട്ടിയേക്കുന്നത്. ഇതിന്റെ ഇൻവേഴ്സ് Z ട്രാൻസ്ഫോം ആണ് H of N എന്ന് പറയുന്നത്. H of N is Z ഇൻവേഴ്സ് ആണ്. നമുക്കറിയാം 1 by 1 minus A Z ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 by A raised to N into U of N ആണ്. സോ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 1/3. സോ 1/3 raised to N into U of N ആണ് ഫസ്റ്റ് വേണ്ടിൻ്റെ ആൻസർ. സോ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ ഏത് വരും? 1/3 raised to N into U of N മൈനസ് ഓഫ് വരും, മൈനസ് പ്ലസ് എന്ത് വന്നു? 2 into മൈനസ് 1/2 raised to N into U of N ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ. ഇതാണ് എൻ്റെ Z ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ. സോ Z ട്രാൻസ്ഫോം ഈസ് -1/3 raised to N U of N പ്ലസ് 2 into മൈനസ് 1/2 raised to U of N. സോ ഇത് ഇത്രയും ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് 5 മാർക്സ്. ഫൈനൽ ആൻസർ ആണ് 1 മാർക്ക് കൊടുത്തേക്കുന്നത്. 1/3 raised to N U of N പ്ലസ് 2 into മൈനസ് 1/2 raised to N U of N ആണ് ഇതിൻ്റെ ആൻസർ. So the next question is determine the inverse Z transform. So inverse Z transform calculate ചെയ്യണം. The first question is 0.5 Z by Z minus 1 into Z minus 0.5. So ഇതൊരു simple question ആണ്. That is 0.5 Z by Z minus 1 into Z minus 0.5 is equal to എന്ത് എഴുതുന്നു? നമ്മൾ അതിനെ എക്സ് ഓഫ് Z by Z ഫോമിലേക്ക് ആക്കുന്നു. സോ എക്സ് ഓഫ് Z by Z ഈസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു? 0.5 ഡിവൈഡഡ് ബൈ Z മൈനസ് 0.5 എന്ന് എടുക്കുന്നു. ദാറ്റ് ഈസ് 0.5 ഡിവൈഡഡ് ബൈ Z മൈനസ് 1 ഇൻറ്റു Z മൈനസ് 0.5 ഈസ് ഈക്വൽ ടു A by Z minus 1 plus B by Z minus 0.5. Then find the value of A and B. So A is equal to 0.5 divided by Z minus 0.5 at Z is equal to 1. So the answer is 1 എന്ന് കിട്ടുന്നു. So next one എന്ന് പറഞ്ഞാൽ B is equal to 0.5 divided by Z minus 1 at Z is equal to 0.5. That is 0.5 by 0.5 minus 1 that is equal to minus 1 കിട്ടി. സോ എയും ബിയും ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്തു. പിന്നെ ഇസഡിനെ തിരിച്ചു കൊടുക്കുന്നു. നമ്മൾ എക്സ് ഓഫ് ഇസഡ് ബൈ ഇസഡ് ആണ് ഇവിടെ കൊടുത്തത്. എക്സ് ഓഫ് ഇസഡ് ബൈ ഇസഡ് ഈസ് ഈക്വൽ ടു 0.5 ഡിവൈഡ് ബൈ ഇസഡ് മൈനസ് 1 ഇൻറ്റു ഇസഡ് മൈനസ് 0.5 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ ഇസഡ് മൈനസ് 1 പ്ലസ് മൈനസ് 1 ബൈ ഇസഡ് മൈനസ് 0.5 ആണ്. സോ ഞാൻ ഇസഡിനെ തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു ഇസഡ് ടൈംസ് ഇസഡ് ബൈ ഇസഡ് മൈനസ് ഇസഡ് ബൈ Z minus 1 minus Z times വരുന്നു minus Z by Z minus 0.5. Z by Z minus A. Z by Z minus A എന്ന് പറഞ്ഞാൽ 1 raised to N into U of N ആണ്. അല്ലെങ്കിൽ വേറെ U of N ന്റെ Z ട്രാൻസ്ഫോം ആണ് ഏത്? U of N ന്റെ Z ട്രാൻസ്ഫോം ആണ് Z by Z minus A. സോ Z by Z minus 1 എന്ന് പറഞ്ഞാൽ U of N എഴുതി. Z by Z minus A raised to N into U of N ആണ് 0.5 raised to N into U of N. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. 0.5 Z by Z minus 1 into Z minus 0.5 ന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ U of N minus 0.5 raised to N into 0.5 raised to N into U of N ആണ്. Okay. So the next question is x of Z is equal to Z by Z square minus Z plus 1. So Z by Z square minus Z plus 1. So Z square minus Z plus 1 നമുക്ക് ഫാക്ടറൈസ് ചെയ്യണം. സോ ഇത് സാധാരണ ഒരു നോർമൽ രീതിയിലുള്ള ഫാക്ടറൈസേഷൻ ഉള്ള ക്വസ്റ്റ്യൻ അല്ല ഇത് വന്നേക്കുന്നത്. അതായത് ഇതൊരു കോൺജുഗേറ്റ് ടേമാണ് Z സ്ക്വയർ മൈനസ് Z പ്ലസ് 1. സോ ഇതിനെ ഞാൻ ഫാക്ടറൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ Z മൈനസ് ഞാനാണെങ്കിൽ ഇതിനെ e⁻j⁵3 മൈനസ് e⁻j⁵3 ടൈമിലേക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നു. അതായത് സൈനസോഡൽ ടൈമിലേക്ക് മാറ്റുക. സൈൻ π/3 വെച്ച് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 കിട്ടുന്നു. അതായത് Z സ്ക്വയർ മൈനസ് Z പ്ലസ് 1നെ ഞാൻ Z മൈനസ് e⁻j⁵3 ഇൻറ്റു Z മൈനസ് e⁻j⁵3 എന്ന് എടുക്കുന്നു. അതായത് Z സ്ക്വയർ മൈനസ് ഓഫ് ഈ രണ്ട് ടേം പ്ലസ് 1 എന്നാക്കി എടുക്കുന്നു. അതിന് Z ബൈ എന്നിട്ട് എക്സ് ഓഫ് Z ഈസ് ഈക്വൽ ടു Z ഡിവൈഡഡ് ബൈ Z പ്ലസ് Z മൈനസ് e⁻j⁵3 ഇൻറ്റു Z മൈനസ് e⁻j⁵3 എടുക്കുന്നു. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എക്സ് ഓഫ് Z ഡിവൈഡഡ് ബൈ Z എടുത്തുകൊണ്ട് A ബൈ Z മൈനസ് e⁻j⁵3 പ്ലസ് B ബൈ Z മൈനസ് e⁻j⁵3 എടുക്കുന്നു. അതായത് ഇനി നമ്മൾ എയും ബിയും കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഹൗ ടു കാൽക്കുലേറ്റ് എ ഈസ് ഈക്വൽ ടു 1 ബൈ Z മൈനസ് e⁻j⁵3 അറ്റ് Z ഈസ് ഈക്വൽ ടു e⁻j⁵3. സോ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2/√3 എന്ന് കിട്ടുന്നു. അതുപോലെ തന്നെ
B is equal to B എങ്ങനെ കിട്ടും? Similarly B is equal to Z by Z minus e raised to j pi by 3 at Z is equal to e raised to minus j pi by 3 സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക. സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ബി യുടെ വാല്യൂ നമുക്ക് 2/√3 തന്നെ കിട്ടുന്നു. സോ 2/√3. സോ ഞാനാണെങ്കിൽ എക്സ് ഓഫ് ഇസഡ് ഡിവൈഡഡ് ബൈ ഇസഡ് ഈസ് ഈക്വൽ ടു 2/√3 ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് ഇ റേസ് ടു ജെ പൈ ബൈ 3 പ്ലസ് 2/√3 ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് ഇ റേസ് ടു മൈനസ് ജെ പൈ ബൈ 3 കൊടുക്കുന്നു. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എക്സ് ഓഫ് ഇസഡിനെ ഇസഡിനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2/√3 ഇൻറ്റു ഇസഡ് ബൈ ഇസഡ് മൈനസ് ഇ റേസ് ടു ജെ പൈ ബൈ 3 പ്ലസ് ഇസഡ് ബൈ 2/√3 ഇസഡ് ബൈ ഇസഡ് മൈനസ് ഇ റേസ് ടു മൈനസ് ജെ പൈ ബൈ 3. സോ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇസഡ് ബൈ ഇസഡ് മൈനസ് എ ഇസഡ് ബൈ ഇസഡ് തിരിച്ച് നമ്മൾ തിരിച്ചെന്ത് ചെയ്യുന്നു? ഇതിന്റെ സൈൻസോയിഡൽ ഫോമിലേക്ക് കൊടുക്കുന്നു. സോ ഇതിന്റെ എക്സ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ 2/√3 സൈൻ എൻ പൈ ബൈ 3. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഇ റേസ് ടു ജെ പൈ ബൈ 3യുടെ ഇത് ദിസ് ഈസ് ഇ റേസ് ടു ജെ പൈ ബൈ 3 ഇ റേസ് ടു മൈനസ് ജെ പൈ ബൈ 3. സോ ഇ റേസ് ടു ജെ പൈ ബൈ 3 ഇൻറ്റു യു ഓഫ് എൻ കിട്ടുന്നു. ഇ റേസ് ടു മൈനസ് ജെ പൈ ബൈ 3 ഇൻറ്റു യു ഓഫ് എൻ. സോ ഇ റേസ് ടു ജെ പൈ ബൈ 3 minus e raised to minus j pi by 3 വരുമ്പോൾ എന്താണ്? sin n pi by 3 into u of n. So the answer of z by z square minus z plus 1 ന്റെ z transform inverse z transform x of n is equal to or inverse z transform x of n is equal to 2 divided by √3 sin n pi by 3 into u of n. So the answer is 2/√3 sin n pi by 3 into u of n. Okay. So the last question, in module last question is draw the Poulsler plot and comment on the stability of the system is given by x of n is equal to 1/4 raised to n u of n and minus 1/2 raised to n u of n. So x of n is a transform calculate ചെയ്യണം. So 1/4 raised to n u of n ന്റെ z transform എന്താണ്? z by z minus 1/4. അതുപോലെ തന്നെ മൈനസ് 1/2 raised to n into u of n ന്റെ z transform എന്താണ്? z by z plus 1/2. ഓക്കെ, ഇസഡ് ബൈ ഇസഡ് പ്ലസ് 1/2 രണ്ടും കൂടി കമ്പൈൻ ചെയ്യുക. എക്സ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇസഡ് ബൈ ഇസഡ് മൈനസ് 1/4 പ്ലസ് ഇസഡ് ബൈ ഇസഡ് പ്ലസ് 1/2. സോ ഇതിനെ കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടുന്നു? 2z into z plus 1/8 divided by 2z into z plus 1/8 divided by z minus 1/4 into z plus 1/2 എന്ന് കിട്ടുന്നു. അതായത് 2z into z plus 1/8 divided by z minus 1/4 into z plus 1/2. സോ ഇതാണ് നമ്മൾ ആദ്യം തന്നെ എക്സ് ഓഫ് ഇസഡ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ എക്സ് ഓഫ് ഇസഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 6 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിന്റെ 3 മാർക്ക് ക്വസ്റ്റ്യൻ എക്സ് ഓഫ് ഇസഡിലേക്ക് പോയി. ഓക്കെ, അതായത് എ റേസ് ടു എൻ യു ഓഫ് എൻ എന്ന് പറഞ്ഞാൽ ഇസഡ് ബൈ ഇസഡ് മൈനസ് എ ആണ്. 1/4 റേസ് ടു എൻ യു ഓഫ് എൻ ഇസഡ് ബൈ ഇസഡ് മൈനസ് 1/4 മൈനസ് 1/2 റേസ് എ റേസ് ടു എൻ യു ഓഫ് എൻ ഇസഡ് ബൈ ഇസഡ് മൈനസ് എ, അതായത് ഇസഡ് ബൈ ഇസഡ് പ്ലസ് 1/2 കമ്പൈൻ ചെയ്യുക. LCM എടുക്കുക. 2z into z plus 1/8 divided by z minus 1/4 into z plus 1/2 ആണ് എക്സ് ഓഫ് ഇസഡ്. സോ ഇതിന്റെ പോൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് z മൈനസ് 1/4 ആണ്, അതുപോലെ തന്നെ z പ്ലസ് 1/2 ആണ്. സോ z മൈനസ് 1/4ന്റെ എന്ത് വരുന്നു? z മൈനസ് 1/4 എന്ന് പറയുമ്പോൾ മൈനസ് 1 പോൾ അറ്റ് മൈനസ് 1/4 അല്ലേ? പോൾ അറ്റ് മൈനസ് 1/4 പോളുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മൈനസ് 1/2 പോളുണ്ട്. സോ മൈനസ് 1/2 പോളുണ്ട്. 0 എവിടെയൊക്കെ വരുന്നത്? ഇസഡ് ഈസ് ഈക്വൽ ടു 0 ഉണ്ട്, ഇസഡ് ഈസ് ഈക്വൽ ടു മൈനസ് 1/2 ഉണ്ട്. സോ ഇസഡ് ഈസ് ഈക്വൽ ടു 0 0 ഉണ്ട്, അതുപോലെ തന്നെ മൈനസ് 1/8 0 ഉണ്ട്. സോ നമ്മൾ സ്റ്റെബിലിറ്റി പറയുന്നത് എങ്ങനെയാണ്? യൂണിറ്റ് സർക്കിൾ ആണ്. യൂണിറ്റ് സർക്കിളിനുള്ളിലാണെങ്കിൽ സിസ്റ്റം എന്താണ്? സ്റ്റേബിൾ ആണ്. സോ ദ ഗിവൺ സിസ്റ്റം ഈസ് സ്റ്റേബിൾ ആണ്. ഇതിന്റെ Poulsler പ്ലോട്ട് വരയ്ക്കുക, സ്കെച്ച് വരയ്ക്കുക. സ്കെച്ച് എന്ന് പറഞ്ഞാൽ മൈനസ് 1/8 0 മാർക്ക് ചെയ്തു. സോ മൈനസ് 1/8 0 മാർക്ക് ചെയ്തു, 0 0 മാർക്ക് ചെയ്തു, 1/4 0 പോൾ മാർക്ക് ചെയ്തു, മൈനസ് 1/2 പോൾ മാർക്ക് ചെയ്തു. സോ ഇതാണ് മാർക്ക് ചെയ്തു. അതിന് ശേഷം ഞാൻ സോ അതിന്റെ യൂണിറ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ റിയൽ പാർട്ട് ഓഫ് ഇസഡ് ആണ്, ഇതിന്റെ ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് ആണ്. സോ ഇതിന്റെ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് സർക്കിളിനുള്ളിലാണെങ്കിൽ ഗിവൺ സിസ്റ്റം ഈസ് സ്റ്റേബിൾ ആണ്, അതർവൈസ് സിസ്റ്റം ഈസ് അൺസ്റ്റേബിൾ ആണ്. സോ ഇതിനകത്ത് Poulsler പ്ലോട്ട് വരച്ച് നമ്മൾ പ്ലോട്ട് വരച്ച് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗിവൺ സിസ്റ്റം ഈസ് സ്റ്റേബിൾ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ആദ്യം തന്നെ എക്സ് ഓഫ് എൻ്റെ എക്സ് ഓഫ് ഇസഡ് കാൽക്കുലേറ്റ് ചെയ്യുക. അതിനെ അറേഞ്ച് ചെയ്ത് എഴുതിയതിന് ശേഷം അതിന്റെ പോള് 0 മാർക്ക് ചെയ്യുക. പോൾ 0 മാർക്ക് ചെയ്തതിന് ശേഷം എല്ലാ യൂണിറ്റ് സർക്കിളിന്റെ ഉള്ളിലാണെങ്കിൽ ഗിവൺ സിസ്റ്റം ഈസ് സ്റ്റേബിൾ ആണ്, ഔട്ട്സൈഡ് ദ യൂണിറ്റ് സർക്കിൾ ആണെങ്കിൽ ഗിവൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അൺസ്റ്റേബിൾ ആണ്. സോ ഇതാണ് നമ്മുടെ മൊഡ്യൂൾ 5ന്റെ സൊല്യൂഷന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സോ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തു.
സോ എക്സ് ഓഫ് ഇസഡ് കാൽക്കുലേറ്റ് ചെയ്ത് 1 - 1/4 1 + 1/2. സോ അതിനെ കമ്പൈൻ ചെയ്തു 2z ഇൻറ്റു z plus 1/8 by z minus 1/4 into z plus 1/2. അതിൻ്റെ പോൾ കാൽക്കുലേറ്റ് ഡിനോമിനേറ്ററിലാണ് പോൾ 1/4 minus 1/2. 0 എന്ന് പറഞ്ഞാൽ z is equal to 0 കിട്ടി, minus 1/8 കിട്ടി. സോ ഇതിനകത്ത് ഞാൻ മാർക്ക് ചെയ്തു. സോ പ്ലസ് 1/4 റൈറ്റ് സൈഡിലാണ്, minus 1/8 0 മാർക്ക് ചെയ്തു, minus 1/2 മാർക്ക് ചെയ്തു. സോ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് എല്ലാ യൂണിറ്റ് സർക്കിളിൻ്റെ ഉള്ളിലായതുകൊണ്ട് ഗിവൺ സിസ്റ്റം ഈസ് സ്റ്റേബിൾ ആണ്. ഓക്കെ, താങ്ക് യു.